ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ കുറഞ്ഞ ചിലവിൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള കോഫി പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. എങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പഞ്ചസാര ഒന്ന് കാരമൽ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് ഒരു 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം. കറക്റ്റ് അളവൊന്നും വേണമെന്നില്ല. അതൊന്ന് നമുക്കൊന്ന് മെൽറ്റായി വരുന്നവരെ വെയിറ്റ് ചെയ്ത് ഇതിൽ സ്പൂൺ ഇട്ട് ഇളക്കരുത്. ഇത് താനെ നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് മെൽറ്റാക്കി എടുക്കാം. മെൽറ്റായി തുടങ്ങുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക. നല്ലോണം മെൽറ്റായാൽ മാത്രം നമ്മൾ ഇതുപോലെ ഒന്ന് തവി വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഒരുപാട് കളർ ചേഞ്ച് ആയിട്ടുണ്ടെങ്കിൽ കയ്പ്പ് രസം വരും, കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് ഒത്തിരി കളറാവാൻ വെയിറ്റ് ചെയ്യേണ്ട. അപ്പോൾ ഈ ഒരു കളറാവുമ്പോൾ നമുക്ക് എന്തായാലും എടുത്തിട്ട് ഏത് ടിന്നിലാണോ നമ്മൾ പുഡിംഗ് സെറ്റ് ചെയ്യുന്നത് അതിനകത്തോട്ട് പെട്ടെന്ന് തന്നെ ഒഴിച്ചു കൊടുക്കുക. കട്ടിയായി പോവും വേഗം തന്നെ. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കത് അവിടെ മാറ്റി വെക്കാം. പിന്നെ നമുക്കൊരു ബൗളിലേക്ക് 2 മുട്ട ചേർത്ത് കൊടുക്കാം. ആ ഒരു മീഡിയം വലുപ്പമുള്ള 2 മുട്ടയാണ്. അതിനകത്തോട്ട് ഞാൻ ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ മുട്ടയുടെ ആ ഒരു ടേസ്റ്റ് ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പഞ്ചസാരയും മുട്ടയൊക്കെ നന്നായിട്ട് മിക്സ് ആവണം. അതുപോലെ തന്നെ പഞ്ചസാര നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് കിട്ടാൻ വേണം. അപ്പോൾ അതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതെടുത്ത് മാറ്റാം. ഇനി നമുക്ക് വേണ്ടത് ഏകദേശം ഒരു 1/4 കപ്പ് ഇളം ചൂടുള്ള പാലാണ്. അതിനകത്തോട്ട് നമ്മൾ കോഫി പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ 2 രൂപയുടെ പാക്കറ്റ് ഉണ്ടല്ലോ, അതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അങ്ങനെ അല്ല ഉള്ളെങ്കിൽ 2 ടീസ്പൂൺ കോഫി പൗഡർ ചേർത്താൽ മതി. ഇൻസ്റ്റൻറ്റ് തന്നെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നല്ല കോഫി പൗഡർ ആണെങ്കിൽ പുഡിങ്ങിന് നല്ല ഫ്ലേവർ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ആ ഒരു മുട്ടയുടെ മിക്സിലേക്ക് 3/4 കപ്പ് പാല് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. 1 കപ്പ് പാലാണ് നമുക്ക് മൊത്തത്തിൽ വേണ്ടത്. 1/4 കപ്പിൽ നമ്മൾ കോഫി പൗഡർ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് കോഫിയുടെ ആ ഒരു മിക്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മൊത്തത്തിൽ ഇപ്പം നമ്മൾ 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ കോഫി പൗഡറിന് പകരമായിട്ട് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഫ്ലേവേഴ്സ് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. ബൂസ്റ്റ്, ഹോർലിക്സ് ഒക്കെ കൊടുക്കാം. പക്ഷേ അതിൻ്റെ ടേസ്റ്റ് ആയിരിക്കും പുഡിങ്ങിന് ഉണ്ടാവുക. അപ്പോൾ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇത് അരിച്ച് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ കാരമൽ ചെയ്ത് വെച്ചിട്ടുള്ള സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പാത്രം ഉണ്ടല്ലോ, അതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ അടിവശത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ അരിച്ചെടുത്താൽ മതി. അപ്പോൾ ഇനി നമ്മളിത് ഫുള്ളായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ അരിപ്പ് എടുത്ത് മാറ്റാം. ഇനി ഞാനിതൊന്ന് കവർ ചെയ്യുന്നുണ്ട് ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട്. അലുമിനിയം ഫോയിൽ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഒരു അടപ്പ് വെച്ചിട്ട് അടച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇനി നമ്മളിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാൻ പോവുകയാണ്. എനിക്ക് ഏകദേശം ഒരു 30-35 മിനിറ്റിൻ്റെ ഇടയിൽ വന്നിട്ടുണ്ട് ടൈം. അപ്പോൾ നിങ്ങളെടുക്കുന്ന പാത്രത്തിനനുസരിച്ച് അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരാം. അപ്പോൾ ഞാൻ എന്തായാലും ഒരു സ്റ്റീമർ ഇവിടെ വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഏകദേശം ഒരു 3 കപ്പോളം വെള്ളം നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതൊന്ന് തിളച്ച് തുടങ്ങുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് അതിൻ്റെ 2ാമത്തെ തട്ട് വെച്ച് കൊടുക്കാം. ഇതിങ്ങനെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. ഒരു നോർമൽ ഒരു പാനിലോ അല്ലെങ്കിൽ ഇഡ്ഡലി ചെമ്പിലോ ഒക്കെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് പുഡിങ്ങിൻ്റെ ആ ഒരു ട്രേ ഇതിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഏകദേശം ഒരു 30-35 മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് നോക്കാം ഇതെങ്ങനെ ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഇത് ഏകദേശം ഒരു 35 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതൊരു ടൂത്ത് പിക്ക് വെച്ചിട്ട് കുത്തി നോക്കാം. ഇത് അഴിച്ചു നോക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതിൻ്റെ മേലെ കൂടെ തന്നെ ഒന്ന് കുത്തി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇനി നമുക്ക് ചൂടാറുമ്പോൾ ഇതെടുത്ത് സെർവ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് തണുപ്പിച്ചിട്ട് സെർവ് ചെയ്യാം. ചൂടോടെ വേണമെങ്കിൽ ഒന്ന് ചെറുതായിട്ട് ചൂടാറുമ്പോൾ അങ്ങനെ വേണമെങ്കിൽ സെർവ് ചെയ്യാം. അപ്പോൾ ഞാനൊരു പ്ലേറ്റിലേക്ക് ഇത് തട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വെച്ചിട്ടുള്ള ആ ഒരു കാരമലൊക്കെ മെൽറ്റായി നല്ല ടേസ്റ്റിൽ ഇരിപ്പുണ്ട് കേട്ടോ. നല്ല രസമാണ് കഴിക്കാൻ. മുട്ട ഇഷ്ടമുള്ളവർക്ക് മാത്രമേ ഇത് കഴിക്കാൻ പറ്റുള്ളൂ, അല്ലാത്തവർക്ക് ഇത് ഇഷ്ടമാവണമെന്നില്ല. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. കുട്ടീസിനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. അപ്പോൾ ട്രൈ ചെയ്തിട്ട് എൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് പറയാം. അപ്പോൾ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓളൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാലും ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ ഇതേപോലെ തന്നെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു ഫോർ വാച്ചിങ്.